വോട്ടുകാലമൊന്നു കഴിയാൻ കാത്തിരിക്കുകയാണ് ഇന്ധനവില കൂട്ടാനെന്ന് പലരും പറയുന്നതിനിടെ കേരളത്തിൽ കൂട്ടാൻ പോകുന്നത് പാൽ വിലയാണ്. പൊതുജനങ്ങളുടെ കുടുംബ ബജറ്റിനെ താളം തെറ്റിച്ച് മിൽമ പാലിന് വില വർദ്ധിപ്പിക്കാൻ പോകുന്നു. 4 രൂപ വർദ്ധിപ്പിക്കുമെന്നാണ് മിൽമ ഡയറക്ടർ ബോർഡ് യോഗത്തിലെ തീരുമാനം. ഇതോടെ ചായയടക്കമുള്ള നിരവധി പാലുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾക്കും വില കൂടും. കർഷകർക്ക് സഹായകരമാകുന്ന തീരുമാനമെന്നാണ് മിൽമ ബോർഡ് യോഗത്തിന്റെ വിലയിരുത്തൽ. എന്നാൽ കൂട്ടുന്ന വിലയുടെ എത്ര വിഹിതം കർഷകരിലേക്ക് എത്തും എന്നതും ചോദ്യമാണ്. തിരുവനന്തപുരത്ത് നിന്ന് മേഘ്ന മുരളി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കേരളം കണി കണ്ടുണരും തീവില. മഴയും വെയിലും ഇനി അത് പശ്ചിമേഷ്യൻ യുദ്ധമായാലും ബാധിക്കുന്നത് നമ്മുടെ നിത്യജീവിതത്തെ കൂടിയാണ്. മിൽമ പാൽ വില വർധനയും അങ്ങനെ തന്നെ. സാധാരണക്കാർക്ക് 2 നേരം കൃത്യമായൊന്ന് ചായ കുടിക്കാൻ പോലും ബുദ്ധിമുട്ടും. ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ച് മൂക്കത്ത് വിരൽ വയ്ക്കുകയാണ് പലരും. 10 രൂപയിൽ നിന്ന് 1 ഗ്ലാസ് ചായയുടെ വില 12ലേക്ക് എത്തിയത് അതിവേഗം. ഇനി മിൽമ പാൽ വില വർദ്ധിച്ചാൽ കണ്ണടച്ചു തുറക്കും മുൻപ് ചായക്ക് കൊടുക്കേണ്ടി വരിക 15 രൂപ. ഗുണമേന്മയുള്ള മിൽമ പാൽ ലിറ്ററിന് കൊടുക്കേണ്ടി വരുന്നത് 60 രൂപയ്ക്കടുത്ത്. പാലുമായി ബന്ധപ്പെട്ട മറ്റുൽപ്പന്നങ്ങളുടെയും വില എത്രയായി വർദ്ധിക്കുമെന്നതിൽ ആകാംക്ഷ. ചായക്ക് വില കൂട്ടേണ്ടി വരും. 15 രൂപ ആക്കേണ്ടി വരും. 15 ബുദ്ധിമുട്ട് എന്തായാലും അല്ലെങ്കിൽ വേണ്ടെന്ന് ചോദിക്കാം. അത്ര തന്നെ അല്ലേ, പിന്നെ പാലിന് വില കൂട്ടരുത്. സ്വാഭാവികമായിട്ടും നമ്മളത് റേറ്റ് കൂട്ടും. അല്ലാതെ മുൻപോട്ട് കൊണ്ടുപോകുന്ന കാര്യം പാടായിരിക്കും. ഒന്ന് ഗ്യാസിൻ്റെ പ്രശ്നം, ഗ്യാസിന് വില കൂടുതലാണ്. ഗ്യാസ് കിട്ടുന്നതിൽ കാലതാമസമുണ്ട്. ചായ ഇപ്പോൾ 12 രൂപയാണ് മേടിക്കുന്നത്. 10 രൂപയായിരുന്നു, ഇപ്പോൾ 2 രൂപ കൂട്ടി 12 രൂപ ആക്കി. ഇനി അത് 15 രൂപ ആക്കും. പാലിന് വില കൂട്ടിയാൽ അങ്ങനെ മുമ്പോട്ട് പോകാനേ പറ്റത്തുള്ളൂ. നിലവിൽ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാൽ പ്രഖ്യാപനം വൈകുമെന്നാണ് വിശദീകരണം. 10 ദിവസത്തിനകം തീരുമാനമുണ്ടാകുമെന്ന് മിൽമ ബോർഡ് ചെയർമാൻ. കർഷകർക്കൊപ്പമെന്നാണ് മിൽമയുടെ നിലപാട്. നമ്മൾ ഈ കർഷകരെ സഹായിക്കുന്നതിന് കർഷകരുടെ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഞങ്ങൾക്കൊക്കെ താല്പര്യമുള്ള വിഷയമാണ്. അവരെ പാൽവില കൂട്ടി സഹായിക്കണമെങ്കിൽ സഹായിക്കാം. പക്ഷേ നമ്മളെടുത്തൊരു നിലപാട് പാൽവില കൂട്ടുന്നത് വൈകിപ്പോയതുകൊണ്ട് കർഷകർ ബുദ്ധിമുട്ടാതിരിക്കാനായി അവർക്കുള്ള ഉൽപ്പാദന ചെലവ് കുറവാക്കുന്നതിന് വേണ്ടി പരമാവധി സഹായങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാലിത്തീറ്റ സബ്സിഡിയും മറ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പൊതുവിപണിയിലെ പകുതിയിലധികം സാധനങ്ങൾക്കും പച്ചക്കറികൾക്കുമെല്ലാം കഴിഞ്ഞ വർഷങ്ങളിൽ വില വർദ്ധിച്ചിട്ടുണ്ട്. അതിനൊപ്പമാണ് മലയാളികൾക്ക് പാൽ വില വർധനയും ഭാരമാകുന്നത്. കട്ടനിലേക്ക് മാറാമെന്ന കടുത്ത തീരുമാനവും പലർക്കുമുണ്ട്. 4 രൂപയൊക്കെ കൂട്ടുമ്പോഴത്തേക്ക് നമ്മൾ 1 കവർ പാലിന് ഇപ്പോഴേ 28 രൂപ. അപ്പോൾ പിന്നെ ചായ കുടിക്കേണ്ടവർ കട്ടൻ തേയില കുടിക്കേണ്ടി വരും. നമ്മളെ ബുദ്ധിമുട്ടാണ്. എന്ത് ചെയ്യാൻ പറ്റും? ആര് ചോദിക്കാനിരിക്കണം? ആരും ചോദിക്കാനില്ല. കൂട്ടിയാലും നമുക്ക് നിത്യോപയോഗം വാങ്ങിക്കുന്ന സാധനമല്ലേ, അപ്പോൾ അത് വാങ്ങിക്കാതിരിക്കാൻ പറ്റുമോ? ഇതിനെല്ലാം ഇടയിൽ ക്ഷീരകർഷകരെയും കാണാതെ പോകരുത്. ഉൽപാദനത്തിലുള്ള കുറവും പച്ചപ്പുല്ല് ക്ഷാമവും മുതൽ തുടങ്ങുന്നു പ്രതിസന്ധി. കർഷകരുടെ പേര് പറഞ്ഞു തന്നെയാണ് നിലവിലെ വില വർധനയും. അല്ല, ക്ഷീരകർഷകർക്ക് അവർക്ക് ആവശ്യമുള്ള വില കിട്ടാനുള്ള ഇതില്ല ഇപ്പോഴും. അതാണ് തീറ്റയുടെ വില കൂടിയിട്ടുണ്ട്. പശുക്കളെ നിർത്തുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള വില മിൽമയെന്നോ അല്ലെങ്കിൽ മറ്റുള്ള ക്ഷീര സംഘങ്ങളിൽ നിന്ന് പലപ്പോഴും കിട്ടുന്നില്ല എന്ന് വേണം പറയാനായിട്ട്. വർദ്ധിപ്പിക്കുന്ന തുകയുടെ 83.75% കർഷകർക്ക് നൽകുമെന്നാണ് നിലവിൽ മിൽമ ബോർഡിന്റെ തീരുമാനം. അത് ലഭിക്കുമോ എന്നതിൽ കർഷകർക്ക് പോലും ആശങ്കയുണ്ട്. ക്ഷീരകർഷകരുടെ ജീവിതം പച്ചപിടിപ്പിക്കാൻ വില വർധനമെന്ന് പറഞ്ഞ് തൽക്കാലം ആശ്വസിക്കാം. പക്ഷേ അതങ്ങനെ തന്നെയാകുമോ എന്ന് കണ്ടറിയണം. എന്തായാലും മലയാളികളുടെ കീശ കീറുമെന്നതിൽ സംശയമില്ല. മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.